മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് നിരാശ. സംസ്ഥാനം ആവശ്യപ്പെട്ട പാക്കേജ്, എയിംസ് തുടങ്ങിയവ നിരാകരിച്ചും വിഴിഞ്ഞം തുറമുഖത്തിന് അർഹതപ്പെട്ട സഹായം നൽകണമെന്ന ആവശ്യം തള്ളിയും ബജറ്റ് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു. ഭക്ഷ്യ സബ്സിഡി വിഹിതവും തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതവും വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ ദോഷകരമായി ബാധിക്കും. രാജ്യത്തിന്റെ ആരോഗ്യമല്ല NDA മുന്നണിയുടെ ആരോഗ്യവും ആയുസ്സുമാണ് ബജറ്റ് പരിഗണിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരായതിനാൽ ഇത്തവണത്തെ ബജറ്റിൽ കാര്യമായ പരിഗണന കിട്ടുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ ബജറ്റ് അവതരണം കഴിയുമ്പോൾ നിരാശയാണ് ഫലം. സംസ്ഥാനത്തിന് ഒരു പരിഗണന ലഭിച്ചില്ല എന്നതാണ് പൊതുവിലുയരുന്ന വിമർശനം. ഇത്ര വലിയ അവഗണന ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല എന്ന വികാരത്തിലാണ് സംസ്ഥാന സർക്കാർ. മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം. കേന്ദ്ര ബജറ്റ് കേരളത്തോട് കടുത്ത വിവേചനം കാട്ടിയെന്ന വികാരത്തിലാണ് UDF MPമാരും. രാജ്യത്തെ ഒന്നായി പരിഗണിച്ചില്ല, പകരം സങ്കുചിത രാഷ്ട്രീയമാണ് ബജറ്റിൽ കാണുന്നതെന്നാണ് അവരുടെ വിമർശനം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് അംഗത്തെ കൊടുത്താൽ കേരളം വികസിത സംസ്ഥാനമായി മാറുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രസ്താവനയോടുകൂടി തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ശ്രീ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കേരളത്തിൻ്റെ പേരൊന്ന് ബഡ്ജറ്റിൽ പരാമർശിക്കാൻ, ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല. ഒരു പുതിയ പദ്ധതിയും ഒരു ആനുകൂല്യവും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, കേവലമായ പരാമർശം പോലും ആ കാര്യത്തെ സംബന്ധിച്ചില്ല. ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന എയിംസ് ശ്രീ സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചതാണ്. താൻ ജയിച്ചാൽ തീർച്ചയായും എയിംസ് കേരളത്തിൽ കൊണ്ടുവരും. ബഡ്ജറ്റിൽ സ്വാഭാവികമായും പ്രഖ്യാപനം വേണ്ടതാണ്. നിലവിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതിനെ സംബന്ധിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. കേരളത്തിൽ നിന്ന് BJP അംഗം ജയിച്ച് മന്ത്രിയായിട്ടും സംസ്ഥാനത്തിന് കാര്യമായ പ്രഖ്യാപനങ്ങളില്ല. എയിംസ് കൊണ്ടുവരുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തെ പോലും ബജറ്റ് ഗൗനിച്ചിട്ടില്ല. ഭക്ഷ്യ സബ്സിഡിക്കായി നീക്കിവച്ചിരിക്കുന്ന പണം മുൻവർഷത്തേക്കാൾ വലിയ തോതിൽ കുറവാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള നീക്കിയിരിപ്പിലും സമാന നിലയാണ്. ഇതെല്ലാം കേരളത്തിലുള്ള വിഹിതത്തിലും പ്രതിഫലിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.